ഗൈസ്, ഇന്നൊരു സൺഡേ ആണ്. അപ്പം ഞങ്ങൾ വണ്ടി കഴുകാന്ന് വെച്ചു. എന്താണെന്ന് വെച്ചാൽ രാവിലെ ഞാൻ എണ്ണീറ്റ് വന്ന് നോക്കിയപ്പോൾ വണ്ടി ഫുള്ളായിരിക്കും. അപ്പോൾ ഞാൻ അന്തുശാനോട് പറഞ്ഞാൽ വണ്ടി കഴുകാറ്. അപ്പോൾ പിന്നെ വണ്ടി കഴുകുകയും ചെയ്യാം, പിന്നെ ഒരു വ്ലോഗും ആവും. അപ്പം എങ്ങനെയാ വണ്ടി കഴുകിയാലോ? കമോൺ ഗൈസ്. അമ്മതായിട്ട് ഇവിടെ കാവലിരിപ്പുണ്ട്, വണ്ടി കഴുകുന്ന വ്ലോഗ് നോക്കിക്കൊണ്ട് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ വണ്ടി എടുത്തിട്ടിടണം, പിന്നെ വാക്വം ക്ലീനർ എടുത്ത് വെക്കണം, അകമെല്ലാം വൃത്തിയാക്കിയിട്ട് വേണം ആദ്യം വണ്ടി എടുത്ത് അങ്ങോട്ട് ഇടാം, ഗേറ്റ് തുറക്കണം. പിന്നെ പോയി വാക്വം ക്ലീനർ നന്ദു പോയി എടുത്തോട്ട് വരും. അകത്തിരിക്കുക, അവിടെ മൊത്തം പൊടിയാണ്, എനിക്ക് അലർജിയാ, തുമ്മലായതുകൊണ്ട് നന്ദു പോയി എടുത്തോട്ട് വരുന്നത്. അതുകൊണ്ട് അമ്മ അവിടെ കാവലിരിപ്പുണ്ട്. ഹലോ പറ. ഹലോ. ഗേറ്റ് തുറക്ക്, ഗേറ്റ് തുറക്ക്, ഗേറ്റോ? ഗേറ്റ് തുറക്ക്. വണ്ടി അങ്ങോട്ട് അവിടെ നമുക്ക് ഇടാം, അവിടെ ഇട്ട് കഴിയാം നമുക്ക് വണ്ടി. അമ്മ എന്തുവാണ് അമ്മയ്ക്ക് വണ്ടി കഴുകുന്നതിനെ പറ്റി പറയാം? വൃത്തിയായിട്ട് വണ്ടി കഴുകണം. പിന്നെ അമ്മയെ കൂടെ സഹായിക്കുവോ? ഞാൻ സഹായിക്കത്തില്ല. അമ്മ കുളിക്കാൻ പോവാണോ? കുളിക്കാൻ പോവും. എന്താ ഇന്നത്തെ സ്പെഷ്യല്? മത്തിക്കറി. മത്തിക്കറി, തോരൻ, മെഴുക്കുവരട്ടി, രസം, പപ്പടം. എന്തുവാണെങ്കിൽ വണ്ടി കയറ്റു. വണ്ടി ഓഫായി, വണ്ടി കയറ്റി. ഇതുണ്ടോ ഫുള്ള് ചെളിയായിട്ടിരിക്കുന്നത്. ഇവിടെ ഒന്നാമത് ചെളിയാ, പിന്നെ ഇവിടെ കയറ്റുമ്പോൾ പിന്നെ ഒന്നുകൂടെ ചെളിയാവും. കണ്ടോ ഫുള്ള് ചെളിയാ, കണ്ടോ ഫുള്ള് ചെളിയായിട്ടിരിക്കും. അതാ പിന്നെ വണ്ടി കഴുകാന്ന് വിചാരിച്ചു. ഫ്രണ്ടിലൊക്കെ ഫുള്ള് ചെളി. എല്ലാരും കൂടെ എന്റെ വണ്ടിക്കകത്ത് എന്തോ ഈ അരിച്ചു പെറുക്കുന്നേ? എന്തുവാ ഇതിനകത്തൊന്നും ഇല്ല വേണ്ടാത്തത്, നീ മാത്രമേ ഉള്ളു വേണ്ടാത്തതിനകത്ത്. ഇതിനകത്ത് ഇറങ്ങിപ്പോ. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ്, അപ്പൊ അതെല്ലാം എടുത്ത് കളയാൻ ഈ ചകഞ്ഞു നോക്കുന്നേ. മരുന്ന് കിട്ടോ? അവന്റെ മാല പോയത് കിട്ടി. ഇതേ കുരിശ്, ഇതെന്റെ ഫേവറേറ്റ് മാല. ഇതെനിക്ക് എന്റെ ദേവൂട്ടൻ തന്നെ. എനിക്കും ഉണ്ട്, ദേവൂട്ടനും ഉണ്ട്. നിന്നെയും കൊണ്ട് പോവാത്ത എവിടെ അമ്മ? എവിടെ അമ്മ? സാധനം മേടിക്കും. അതെന്താ? അവള് 100 രൂപയ്ക്ക് വരെ 1000 രൂപ എന്നെ കൊണ്ട് ചെലവാക്കി. അത് അമ്മ മേടിച്ചു കൊടുക്കാൻ നിൽക്കുന്നോണ്ടല്ലേ? പിന്നെ എന്തിനാ അമ്മ മേടിച്ചു കൊടുക്കുന്നത്? അല്ല, വേറെ ആരാ മേടിച്ചു കൊടുക്കാൻ? ഇത് എന്റെ വിജയം. എന്നിട്ട് പിന്നെ എന്തിനാ പറയുന്നേ? മേടിച്ചു കൊടുക്കുകയും ചെയ്യും. എന്തോ വേണോ ചിരിയൊക്കെ കേട്ടാരും എന്റെ കാര്യമൊക്കെ. കയ്യിരിപ്പിച്ചിട്ട് പ്രശ്നവാദേ ഉള്ളു. കയ്യിരിപ്പ് മോശം. ഇങ്ങോട്ട് നോക്കി വന്ന് പറ, അല്ലാതെ വേറെ എന്റെ കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല. ഇങ്ങോട്ട് നോക്കിയേ അല്ലേ? ഈ പറയുന്ന ആളും എനിക്ക് വാങ്ങിച്ചു തരും. ഈ പറയുന്ന എല്ലാം പറയും വാങ്ങിച്ചു തരത്തില്ലെന്ന്, പക്ഷെ എനിക്ക് വാങ്ങിച്ചു തരും. അച്ഛനായാലും അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അനുവിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അവൾ ഒരു പെണ്ണാണ്. പെണ്ണോ? ഇവിടെ പെണ്ണ് കാണുന്നൊന്നും ഇല്ല ഈ വീട്ടില്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് വാങ്ങിച്ചാലും അതൊക്കെ യൂസ് ചെയ്യുന്നതിന്റെ പകുതി ആരാന്ന് ചോദിച്ചാൽ നന്ദുവാണ്. എന്താ ഞാനിപ്പൊ കണ്ടീഷണർ വാങ്ങി, ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വന്നപ്പോ ആ കണ്ടീഷണർ ഇല്ല, തീർന്നു. മതി മതി, നമുക്ക് വണ്ടി കഴിയാം. വാ. ഇവിടെ 2 കുഷ്യനുണ്ട്, ഇവിടെ തല വെക്കാൻ. 2 തല വെക്കാൻ കുഷ്യനോ? എന്തൊരു സോഫ്റ്റ് ആണെന്നറിയോ? എല്ലാരും മേടിക്കുന്നത് ഫ്ലിപ്കാർട്ടിലുണ്ട്, വിലയും കുറവാ. ഒരെണ്ണത്തിനെങ്ങാണ്ട് 120 130 രൂപ. ഇതിന്റെ ഈ സാധനം കണ്ടോ, നല്ല ക്വാളിറ്റി സാധനം. അതേണ്ട അല്ല അത്യാവശ്യം, അല്ലടി അത്യാവശ്യം വില കുറവ് കേട്ടോ. പക്ഷെ നല്ല ക്വാളിറ്റി സാധനം. 200 സംതിങ് ആണ്, 100 അല്ല 200 സംതിങ് കണ്ട. രണ്ടും കൂടെ കണ്ട 500 സംതിങ് കണ്ടേ ഉള്ളൂ. പക്ഷെ നല്ല സാധനം കേട്ടോ. ഇത് ഞാൻ അത്യാവശ്യം കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനത് നല്ല സാധനമാണ്, കുറെ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ വെച്ചാൽ നമുക്ക് കിടന്ന് തല വെക്കാനേ സുഖം. ഇങ്ങനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് വെച്ചിട്ട് പോവാൻ, നല്ല സുഖമാണ്. നശിപ്പിക്കാതെ അവിടെ നല്ലതാണ്. അവർക്ക് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തത്. അത് സോക്കേട് അതിന്റെ അപ്പുറത്തോടെ ഇടത്തില്ല. എടി അത് അപ്പുറത്തോടെ ചീത്തയാവും. ഇത് ഈ നശിപ്പിക്കുന്ന പരിപാടി എല്ലാം ചെയ്യണം കേട്ടോ. ഇനി വാക്വം ക്ലീനർ എടുത്തോണ്ട് പോയി. ഇതിന്റെ അകത്ത് കൊറേ ആക്രിവർക്കുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതെല്ലാം എടുത്ത്. ആക്രിവർക്കറോ?
ഇതുണ്ടോ ഇതെന്തുവാ ഇത് സ്പ്രേ ഒരുക്കിണ്ട് 2 സ്പ്രേ ഒക്കെ ഇതെന്തിനാ എന്റെ അകത്ത് വെച്ചേക്കുന്നേ എവിടെങ്കിലും ഒക്കെ പോകുന്നവരെ അടിക്കാൻ. പക്ഷെ ഇതൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ എല്ലാം അടിച്ചിട്ടല്ലേ പോന്നെ അത് ഇടയ്ക്ക് ചെല്ലുമ്പോഴത്തേനും മണം പോയി കഴിഞ്ഞാൽ മണം പോയി കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ അടിക്കും. ഇതുണ്ട് ഇത്രയുണ്ട് ഇതെല്ലാം വെളിയിൽ കൊണ്ടുവെക്കാം എന്നിട്ട് ഇവിടെ എല്ലാം വാക്കോം ചെയ്ത് ക്ലീൻ ആക്കാം. പുറകിലും ഉണ്ട് കൊറേ സിപ്പിനകത്ത് പുറകിൽ അമ്മയെല്ലാം എടുത്ത് മാറ്റിയോ ഞങ്ങൾ അകത്ത് കഴുകാന്ന് വെച്ചു. അകത്ത് പൊടിയൊക്കെ ആയിരുന്നു കഴുകാന്ന് വെച്ചു. പക്ഷെ മഴ ഞങ്ങളെ ചതിച്ചു. അതുകൊണ്ട് ഞങ്ങൾ വെളി കഴുകിയിട്ട് അകത്ത് കഴുകാന്ന് വെച്ചു. അപ്പൊ നമുക്ക് എങ്ങനാ അംഗം തുടങ്ങാം. ഞാൻ വെള്ളം ഒഴിച്ച് ഷാമ്പു എല്ലാം കഴുകി എന്താ കലക്കി വെച്ചു. ഇതുണ്ടോ ഇതുണ്ടെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ ഇപ്പൊ പുത്തൻ പോലെ ഞാൻ വായിക്കത്തില്ലേ കൈസ്. ഇവള് വ്ലോഗ് എടുക്കാൻ വന്നോണ്ടാ കൈസ് വണ്ടി കഴിയാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ കൈസ് വണ്ടി കഴിയുന്നേ. ഡയലോഗ് അടിക്കുന്നു ചോദിക്കാന്നിട്ട് ഞാനും കഴുകും കേട്ടോ. എപ്പോ? അച്ഛനോടൊപ്പം. പിന്നെ അച്ഛനുള്ളപ്പോ അച്ഛൻ തന്നെ കഴിയുന്നേ. എപ്പോ ഇങ്ങോട്ട് നോക്കി പറഞ്ഞു ഇയാള് എപ്പഴാ കഴിയുന്നത് പറയാ ഇയാള്. വർഷത്തിലൊരിക്കലും കണ്ടോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ വേറെ കുറെ പരിപാടികളാ ചെയ്യുന്നേ. നീ ഒന്നെങ്കിൽ വണ്ടി കഴുകുക അല്ലെങ്കിൽ ചെടിക്ക് വെള്ളം ഒഴിക്കും. അപ്പൊ ഗൈസ് ഇനി ഞങ്ങൾ വണ്ടി കഴുകിയിട്ട് കാണാം. ഓക്കെ ഗൈസ് ഇതൊരു ട്രാൻസിഷൻ വീഡിയോ. ഇത് കഴുകി ട്രാൻസിഷൻ 1 2 3. അപ്പൊ ഗൈസ് നമ്മൾ ഇത് വണ്ടി കഴുകിയിട്ട് കാണാം. ഇതൊരു വലിയ ട്രാൻസിഷൻ വീഡിയോ. ഇനി വെള്ളമല്ല മറ്റേ ഇതിട്ട് കഴി. ഞങ്ങള് ലാക്രോളിന്റെ ഷാമ്പു ഉപയോഗിക്കുന്നത്. അതാകുമ്പോ അത്യാവശ്യം നൈസാ ഷാമ്പു. ഇതാണ് ഞങ്ങളുടെ 2 ടർക്കികൾ. ഒരെണ്ണം തുടയ്ക്കാനും ഒരെണ്ണം കഴുകാനും. അല്ല രണ്ടും കഴുകാനാ, തുടയ്ക്കാനൊന്നും ഇല്ല. തുടയ്ക്കാൻ വേറെ തുണിയാ. എനിക്കറിയത്തില്ല. ഇത് കഴിയും അങ്ങോട്ട് പെട്ടെന്നായിട്ട് സമയമില്ല. കഴിയേ പൈപ്പൊക്കെ ഓഫ് ആക്കാം. കഴിയ ഇയാൾ അങ്ങോട്ട്. അത് മഴയത്ത് അങ്ങോട്ട് കഴിയും അങ്ങോട്ട്. ഒരച്ചങ്ങോട്ട് കഴിയ്. 500 രൂപ ഒന്നും ഇല്ല. 500 രൂപ കടയിൽ നിന്ന് വാങ്ങിക്കുന്നേ. എന്തോന്ന്? എന്നാ ഒരു കാര്യം ചെയ്യും, തന്നെ ഇരുന്ന് കഴിക്കണം. തന്നെ ഇരുന്ന് കഴിയണം. നല്ല വൃത്തിയായിട്ട് തിളങ്ങണം. ഷാമ്പു ഒക്കെ ഇട്ട്. അതെ അതെ അതെ. അങ്ങോട്ട് കഴുകി അങ്ങോട്ട് വൃത്തിയാക്കും അങ്ങോട്ട് മൊത്തം. വണ്ടി കഴുകുന്ന കാണാൻ വേണ്ടി ചോറൊക്കെ ആയിട്ട് ഇങ്ങ് വന്നിട്ടുണ്ട്. ചോറ് കഴിക്കാൻ ഞങ്ങൾ രാവിലെ താമസിച്ച് എണീറ്റുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പഴേ വിശക്കുന്നില്ല. താമസിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പം ഞങ്ങള് കഴുകുന്ന കാണാൻ വേണ്ടി അമ്മ കൊണ്ട് പാത്രവും ചോറും കറിയൊക്കെ ആയിട്ട് ഫ്രണ്ട് വന്നിട്ടുണ്ട്. ഒരു ഹായ് എടുക്കമ്മേ. കഴിയും അങ്ങോട്ട് പെട്ടെന്നാട്ടെ. സമയം നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് കഴിയണം. അങ്ങോട്ട് തേച്ച് വരച്ചങ്ങോട്ട് കഴിയും അങ്ങോട്ട്. അതിന് വേറൊരു പ്രത്യേകത അറിയാം നിനക്ക്? നമ്മൾ എപ്പ വണ്ടി കഴുകാൻ നിന്നാലും ഉണ്ടല്ലോ, ഒന്നെങ്കിൽ കഴുകി കഴിയുമ്പോ മഴ പെയ്യും, ഇല്ലെങ്കിൽ കഴുകുന്നതിന്റെ ഇടയ്ക്ക് മഴ പെയ്യും. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? അതാണ് നമ്മുടെ ഒരു മികച്ച ഒരു കാറ് കഴുകുന്ന സമയം. കാറ് കഴിയുന്ന സമയോ? കഴിയോടി അങ്ങോട്ട്. വീഡിയോ വന്നേ മതി. വീഡിയോ ഒക്കെ ഞാൻ കഴുകിയെടുത്ത് തിളങ്ങുന്നുണ്ടോ? തിളങ്ങുന്നുണ്ട്. അതുകൊണ്ട് നീ ഈ വണ്ടി മൊത്തം കഴുകണം. തിളങ്ങുന്നോണ്ട് ഇത്രയും നല്ല പോലെ തിളങ്ങുന്ന ഒരു കുട്ടി കഴുകുമ്പോ ഞാൻ അതിന്റെ ഇടയ്ക്ക് കയറി കഴുകുന്നത് ശരിയാണോ അമ്മേ? അമ്മ പറയാമ്മേ, ശരിയാണോ അമ്മേ? ശരിയല്ല. അതുകൊണ്ട് നീ തന്നെ ഇത് കഴുകിക്കോ. ഓക്കെ. അപ്പൊ നമുക്ക് വണ്ടി എടുക്കാം. ഒരച്ചങ്ങോട്ട് കഴുകാനോ അങ്ങോട്ട്. അലിയൊക്കെ അങ്ങോട്ട് ടയറൊക്കെ അങ്ങോട്ട് കറക്കട്ടെ. അങ്ങോട്ട് അഴുക്കെല്ലാം പോയി അങ്ങോട്ട് കറക്കട്ടെ. അലോയും ടയറും എല്ലാം കൂടെ കറക്കട്ടെ. അങ്ങോട്ട് കറക്കടി അങ്ങോട്ട്. കഴുകടി അങ്ങോട്ട്. വേണ്ട. നല്ലതായിട്ട് വണ്ടി കഴിയുന്ന ഒരാളെ കാർ വാഷി പോലും കാണത്തില്ല. നോക്കിയേ, ഇത്രയും ആത്മാർത്ഥമായിട്ട് കഴിയുന്ന ഒരു കുട്ടിയെ കാർ വാഷി പോലും കാണത്തില്ല. ഉണ്ടോ? അല്ലേ അമ്മേ? അല്ലേ അമ്മേ? അമ്മേ പറ.
അമ്മയ്ക്ക് അങ്ങ് ബുദ്ധിമുട്ടാ പറയാൻ അതേന്ന്. അമ്മയ്ക്ക് വ്ളോഗിനകത്ത് വരണ്ട. അപ്പൊ ഗൈസ് ഞങ്ങൾ കാറെല്ലാം കഴുകി കഴിഞ്ഞു. അപ്പൊ ഞങ്ങക്ക് നല്ലോണം വിശക്കുന്നു. അകത്ത് കൊണ്ട് കഴിയാൻ അകത്ത് കഴുകാനുണ്ട്, പക്ഷെ മഴ ആയതുകൊണ്ട് അകത്ത് കഴുകാൻ പറ്റത്തില്ല. കഴുകുകയല്ല, തുടയ്ക്കുകയും വേണം, വാക്യൂം ചെയ്തെടുക്കുകയും വേണം. മഴ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് വിശക്കുന്നു, 3:30 അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ ഇത് കാറ് കഴുകി വൃത്തിയാക്കുന്ന വ്ളോഗ് കണ്ട് നിങ്ങൾക്ക് മടുത്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഇത്രേ ഉള്ളൂ, ഇത്രയൊക്കെ മതി, ഇത്ര കണ്ടാ പോരെ. അപ്പം നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ കാറ് വൃത്തിയായി കണ്ടോ, മനോഹരമായ കാർ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ ഗൈസ്, ബൈ.